ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? ദിവസങ്ങൾ വീണ്ടും മാറ്റമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ആരതിയുടെ ഡെലിവറി ഡേറ്റ് അടുത്തു വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇന്നും വൈകുന്നേരം അപ്പു ആദ്യമേ പോയി കണ്ട ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് അപ്പു അനയ്ക്കാൻ വന്നപ്പോഴാണ് അപ്പുവിൻ്റെ ബാഗിൽ കിടക്കുന്ന ഫോൺ കുറേ നേരമായി റിങ് ചെയ്യുന്നു എന്ന് ക്ലാസ്സിലൊരു കുട്ടി പറഞ്ഞത്. അവൾ വേഗം ബാഗ് തുറന്ന് ഫോൺ എടുത്തു. അതിൽ കുറേ മിസ് കോളുകളുണ്ട്. അമ്മയുടെ, അച്ഛൻ്റെ, അരുണിൻ്റെ, നീലൻ്റെ ഒരുപാട് കോളുകൾ. അവൾ ഉയർന്ന ഹൃദയമെടുപ്പോടെ അവൾ വേഗം നീലൻ്റെ ഫോണിലേക്ക് വിളിച്ചു. 2 തവണ വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല. അവൾ അരുണിനെ വിളിക്കാൻ നിന്നത് നീലൻ തിരികെ വിളിച്ചു. കുഞ്ഞെ, ആരതിക്ക് പെയിൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഞാൻ വേഗം വരാന്നില്ല. ആദ്യമൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, ഞാൻ വിളിക്കാൻ വരണോ? വേണ്ട, ഞാൻ ഓട്ടോയിൽ വന്നോളാം. സൂക്ഷിച്ചു വാ, ഞാൻ ഫോൺ വയ്ക്കുക. നീലം കോൾ കട്ട് ചെയ്തു. അപ്പോൾ വേഗം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. കാര്യം പറഞ്ഞപ്പോൾ പെർമിഷൻ ലെറ്റർ എഴുതി തരാൻ പറഞ്ഞു. അപ്പുവിനാണെങ്കിൽ ആകെ ഒരു വിറയിലായിരുന്നു. അത് മനസ്സിലാക്കി അനഘ വേഗം ഒരു ലെറ്റർ എഴുതി. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി സൈൻ വാങ്ങി ഓഫീസിലേക്ക് പോയി. ശേഷം ഗേറ്റ് പാസ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. ആദ്യം കിട്ടിയ ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റൽ ഗേറ്റിന് അരികിൽ തന്നെ നീലൻ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീലൻ ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് അവളെയും കൂട്ടി ഹോസ്പിറ്റലിനുള്ളിലേക്ക് നടന്നു. ആരതി കിടക്കുന്ന റൂമിനടുത്ത് എത്തിയതും അപ്പു നീലനെ ഒന്ന് നോക്കി. ലേബർ റൂമിന് മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന ചെയറുകളിൽ അപ്പുവിൻ്റെ അച്ഛനും അമ്മയും ആരതിയുടെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്. അരുണാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. കുറച്ച് കഴിഞ്ഞ് നേഴ്സ് ഡോറ് തുറന്നു പുറത്തേക്ക് വന്നു. ആരതിക്ക് ഹസ്ബൻഡിനെ കാണണമെന്ന്, ഒന്ന് വരൂ. അത് കേട്ടതും അരുൺ എല്ലാവരും ഒന്ന് നോക്കി അകത്തേക്ക് കയറി. ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് സിസ്റ്റർ പുറത്തേക്ക് വന്നു. കയ്യിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞും. നേഴ്സിൻ്റെ തൊട്ടു പിന്നിൽ കണ്ണു നിറച്ച അരുണും. പെൺകുഞ്ഞ, അവൻ പറയുന്നതിനോടൊപ്പം കണ്ണു നിറഞ്ഞൊഴുകി. അതുമ്മയോ? അപ്പു ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, അരുൺ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ആരതിയുടെ അമ്മയും അരുണിൻ്റെ അമ്മയും കുഞ്ഞിനെ മാറി മാറി എടുത്തു. അപ്പു അത് കൗതുകത്തോടെ നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞ് സിസ്റ്റർ കുഞ്ഞുമായി അകത്തേക്ക് പോയി. അരുൺ ഓടി വന്ന് നീലനെ കെട്ടിപ്പിടിച്ചു. നീലൻ അവനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ അവൻ്റെ പുറത്ത് തട്ടിക്കൊടുത്തു. ഞാൻ കണ്ടൂടാ അവളുടെ വേദന, കരച്ചില്. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എത്രത്തോളം വേദന സഹിച്ചു കാണും, പാവം. അരുൺ പറഞ്ഞു. നീലൻ്റെ കണ്ണുകൾ ആദ്യം തേടിപ്പോയത് അപ്പുവിനെയാണ്. അത് കണ്ട് അപ്പു എന്താ എന്ന അർത്ഥത്തിൽ പുരുകുയർത്തിയതും അവൻ ഒന്നുമില്ലാന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അതേസമയം അരുൺ അമ്മയെ നോക്കി നിൽക്കുകയായിരുന്നു. നീ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കി, നീലം പുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ അമ്മയുടെ അരികിൽ പോയിരുന്നു. അമ്മയുടെ ഒരു തോളിൽ അരുണും മറ്റേ തോളിൽ അപ്പവും തല വെച്ച് കിടക്കുന്നത് നോക്കി നീലൻ വിൻഡോ സൈഡിലേക്ക് നടന്നു. അവിടെ നിന്ന് നോക്കിയ ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള ഗാർഡൻ കാണാം. പെട്ടെന്ന് ആരോ തോളിൽ കൈവച്ചതും അവൻ തല ചിരിച്ചു നോക്കി. അപ്പുവിൻ്റെ അച്ഛനായിരുന്നു അത്. അച്ഛനും അമ്മ ആരെങ്കിലും ഒരാളെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? നീലൻ അയാളെ നോക്കി ചോദിച്ചു. അച്ഛനൊന്ന് പുഞ്ചിരിക്കാൻ മാത്രം ചെയ്തു. അമ്മയെ സ്നേഹിക്കുന്ന പോലെ ചിലപ്പോഴെങ്കിലും അച്ഛന്മാരെ സ്നേഹിക്കുമായിരുന്നു, അല്ലെങ്കിൽ സ്നേഹം പ്രകടിക്കാമായിരുന്നു എങ്കിൽ നന്നായിരുന്നു അല്ലേ? അച്ഛൻ പുറത്തേക്ക് നോക്കി പറഞ്ഞു. നീലൻ എന്തോ പാവം തോന്നിപ്പോയി. നമുക്കൊരു ചായ ആയാലച്ഛ? നീലൻ ചോദിച്ചതും അയാൾ തലയാട്ടി. അച്ഛൻ്റെ തോളിലൂടെ കൈയിട്ട് അവൻ മുന്നോട്ട് നടന്നു. 2 ചായ പറഞ്ഞു. ഒരു ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തായി അവർ ഇരുവരും ഇരുന്നു. അപൂർണയ്ക്കും അരുണിനും അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. പുറത്തധികം കാണിക്കുന്നില്ല എന്നുള്ളൂ. നീലൻ സംസാരത്തിന് തുടക്കം കുറിച്ചു. എനിക്ക് അപ്പുവിൻ്റെ അമ്മയ്ക്കും നീ ഞങ്ങളുടെ സ്വന്തം മകനെ പോലെ തന്നെയാണ്. പുറത്തത് പ്രകടിപ്പിക്കാൻ ഒരവസരം കിട്ടിയിട്ടില്ല എന്നുള്ളൂ. അത് പറഞ്ഞത് ഇരുവരും ഒരുമിച്ച് ചിരിച്ചു.
അന്ന് ആദ്യമായി നീലനും അച്ഛനും ഒരുപാട് സംസാരിച്ചു. സാധാരണ നീലൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും പരസ്പരം കാണുമ്പോഴോ ഒരു ചിരിയോ 1-2 വാക്കിലോ മാത്രം സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മോൻ നടന്നു, ഞാൻ ബില്ലടച്ചിട്ട് വരാം. ചായ കുടിച്ചിറങ്ങിയത് അച്ഛൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ബില്ലടച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. നീലൻ അച്ഛനോടൊപ്പം നടന്നു. പേയ്മെൻറ്റ് സെക്ഷനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യം ദൂരമുള്ളതിനാൽ നീലൻ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ആരതിയെ കാണിച്ചിരുന്നത്. ചെക്കപ്പിന് വരുമ്പോൾ ഒപ്പം നീലന് ലീവ് എടുത്ത് വരാറുണ്ട്. ചില ചിലവുകൾ നോക്കിയിരുന്നത് നീലൻ തന്നെയായിരുന്നു. ബില്ലിൽ ഡോക്ടർ സൈൻ ഉണ്ടോ എന്ന് നോക്കട്ടെ അച്ഛാ. അത് പറഞ്ഞ നീലൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും ബില്ല് പിടിച്ചു വാങ്ങി. അയ്യോ, ഇതിൽ സൈനില്ലല്ലോ. സൈനില്ലാതെ ബില്ലടയ്ക്കാൻ പറ്റില്ല. എന്തായാലും അച്ഛൻ ഇവിടെ നിന്ന് ഇരിക്കേ, ഞാൻ കൗണ്ടറിൽ ഇരിക്കുന്ന ലേഡിയോട് ചോദിച്ചിട്ട് നോക്കട്ടെ. അത് പറഞ്ഞ് നീലൻ ക്യൂവിൽ കയറിയിരുന്നു. ശേഷം ബില്ല് പേ ചെയ്തു വന്നു. പിന്നീടാണ് അയാൾക്കും കാര്യം മനസ്സിലായത്. ബില്ലടയ്ക്കാൻ വേണ്ടി നീലൻ തന്നോട് കള്ളം പറഞ്ഞാണെന്ന്. അയാൾക്ക് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. ജോലി കിട്ടിയതിന് ശേഷം നീലൻ ആരതിക്ക് എപ്പോഴും ഓരോന്നും വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. പിന്നീട് കുറച്ചു നേരം അവർക്കിടയിൽ വല്ലാത്ത മൗനം നിലനിന്നു. മോനെപ്പോഴാ ഇനി വീട്ടിലേക്ക് പോണേ? വൈകുന്നേരം പോവും. പിന്നെ അച്ഛാ, ഞാൻ പോകുമ്പോൾ അപൂർണയെ കൂടെ കൊണ്ടുപോകും. ചമലോടെ നീലം പറയുന്നത് കേട്ട് അയാൾ ചിരിച്ചു. അപ്പോഴേക്കും അവർ നടന്ന് ലേബർ റൂമിനടുത്തെത്തിയിരുന്നു. നിങ്ങൾക്ക് വേണ്ടി മോൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അത് പറയുമ്പോൾ അയാളുടെ സ്വരം ഇടറിയിരുന്നു. അവളുടെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരാണ്. അവളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അച്ഛൻ്റെ മോളെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ ലോകം പോലും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നാലും അവളെ എനിക്ക് തന്നതിന് പകരാവില്ല. അപ്പുവിനെ നോക്കി നീലം പറയുന്നത് കേട്ട ആ അച്ഛൻ്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. പിന്നീട് അതൊരു ചിരിയിലേക്ക് വഴിമാറി. 2 മണിക്കൂർ കഴിഞ്ഞത് ആദ്യമേ റൂമിലേക്ക് മാറി. അതോടെ അപ്പുവിൻ്റെ അമ്മയും അച്ഛനും ആരതിയുടെ അച്ഛനും വീട്ടിലേക്ക് പോയി. രാത്രിയിലേക്കുള്ള ഭക്ഷണം അവർ തിരികെ വരുമ്പോൾ കൊണ്ടുവരും. അപ്പു ആണെങ്കിൽ ഏത് സമയം കുഞ്ഞിൻ്റെ അരികിലാണ്. അരുണും നീലനും ആരതിയുടെ അമ്മയും സ്റ്റാൻഡേർഡ് ബെഡിലിരുന്ന് സംസാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നീലൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിൽ ആ അറ്റ്മോസ്ഫിയർ അവനെ മടുപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ പതിയെ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. പാർക്കിങ്ങിനോട് ചേർന്നാണ് ഹോസ്പിറ്റൽ ഗാർഡൻ. അതിനോട് ചേർന്നിരിക്കാനായി കൽബഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അവൻ വണ്ടിയിൽ നിന്നും ഹെഡ്സെറ്റ് എടുത്ത് ഒരു ബെഞ്ചിലായി വന്നിരുന്നു. ഹെഡ്സെറ്റ് വെച്ച് താൻ ഇന്നലെ പാതി കേട്ട് നിർത്തിയ പാട്ടിൻ്റെ ബാക്കി പ്ലേ ചെയ്തു. കണ്ണടച്ചിരുന്നു. വൈകുന്നേരമായതിനാൽ തണുത്ത കാറ്റ് അവനെ തഴുകിപ്പോയി. തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണ് തുറക്കാതെ തന്നെ അതാരാണെന്ന് അവനറിയാമായിരുന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്